ഞങ്ങളെ രക്ഷപ്പെടുത്താനുള്ള നേതാവ്. കാരണം ഞങ്ങൾ അമ്പിയാക്കളല്ല, ഞങ്ങൾ കുതുബുകളല്ല, ഞങ്ങളതായി ആകൃതമാനിലെ ചണ്ഡിതവറുകളാണ്. ഞങ്ങൾ അള്ളാഹുവിന്റെ ദീന് പറയുമ്പോ ഞങ്ങൾ ഒരിക്കലും തന്നെ ദീന് കൊണ്ട് കളിച്ചിട്ടില്ല. ഞങ്ങൾ ഒരൊറ്റ ആലിമിനെയും ചീത്ത പറയാറില്ല, ശരി പറയാറില്ല, ദീപത്ത് പറയാറില്ല, തങ്ങന്മാരെ നിസ്സാരപ്പെടുത്താറില്ല. അതേത് പാർട്ടിയിൽപ്പെട്ട തങ്ങളാണെങ്കിലും ഏത് ഗ്രൂപ്പിൽപ്പെട്ട ആലിമാണെങ്കിലും ഞങ്ങൾ ഇൽമിനെ ബഹുമാനിക്കാറുണ്ട്, സയ്യിദന്മാരെ ആദരിക്കാറുണ്ട്. ഞങ്ങൾ ചീത്ത പറയാൻ അല്ലാഹ് ഞങ്ങൾക്ക് അനുമതി തന്നിട്ടില്ല, ദീപത്ത് പറയാൻ അനുമതി തന്നിട്ടില്ല, ഫിത്ന പറയാൻ അനുമതി തന്നിട്ടില്ല. അതേ സമയത്ത് ഹബീബായ നബി തങ്ങളെ കുറിച്ച് അതാ പിഴച്ചുപോയി എന്നും എന്നിട്ട് അല്ലാഹ് ആക്ഷേപിച്ചുവെന്നും പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാതെ ഞങ്ങൾ സുന്നികളാണെന്ന് പറഞ്ഞ് നടക്കുന്ന നാണക്കേടിന് ഞങ്ങളില്ല. സുന്നത്ത് ജമാഅത്ത് ഖിയാമത്ത് നാൾ വരെ റസൂലുള്ളാഹിന്റെ പക്ഷത്ത് നിന്ന് ഞങ്ങൾ പറയും, സഹാബത്തിന്റെ പക്ഷത്ത് നിന്ന് പറയും, ഔലിയാക്കളുടെ പക്ഷത്ത് നിന്ന് പറയും, ഇമാമികളുടെ പക്ഷത്ത് നിന്ന് പറയും. കാരണം ഞങ്ങൾക്ക് അവരുടെ കൂടെ സ്വർഗത്തിലും എത്തിച്ചേരണം. അതിനാണ് SYS, അതിനാണ് SSF, അതിനാണ് ഞങ്ങളെ മുഴുവൻ സംഘടനകളും. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ മുസ്ലിമേ, നിനക്ക് ഖുർആനിൽ വിശ്വാസമുണ്ടോ? ആ ഖുർആൻ സത്യം ചെയ്തുകൊണ്ട് പറയുന്നൊരു വാക്ക്, വന്നജ്മി ഇദാ ഹവാ മാ വല്ല സാഹിബുക്കും വമാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. വന്നജ്മി ഇദാ ഹവാ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹ് പറയാനേ. മുജാഹിദ് പറഞ്ഞത് എന്താണ്? അല്ലാഹ് പറഞ്ഞു വന്നജ്മി ഇദാ ഹവാ, നജ്മിനെ തന്നെയാണ് സത്യം. നജ്മ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ തഫ്സീർ? ഒരുപാട് തഫ്സീറുണ്ട്. ഒരു തഫ്സീർ ഞാൻ പറയാം, എന്താ വന്നജ്മി ഇദാ? ഒരു തഫ്സീർ ഇമാമികൾ പറഞ്ഞത് തഫ്സീർ എത്ര തഫ്സീർ, ഓരോ ആയത്തിൽ എത്ര തഫ്സീർ ഉണ്ട് പറഞ്ഞാൽ ഖുർആൻ ഒരു പരിഭാഷ വയ്ക്കാതിരിക്കുന്ന കാര്യ. ഖുർആന്റെ തഫ്സീർ കൊണ്ട് പറഞ്ഞാൽ തീർക്കട്ടെ. വന്നജ്മി ഇദാ ഹവാ ഒരു തഫ്സീർ പറയാം. ഇസ്രാ മിഅ്റാജിന് വേണ്ടി പോയി, ഉപരിമണ്ഡലങ്ങളിലെല്ലാം പോയി. അല്ലാ ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും പ്രവേശനമില്ലാത്ത സ്ഥലങ്ങളിൽ പോയി. മേൽഭാഗത്ത് നിന്നൊരു നക്ഷത്രം കണക്കെ താഴോട്ടിറങ്ങി വന്ന മുഹമ്മദ് നബിയെ തന്നെയാണ് സത്യം. വന്നജ്മി ഇദാ ഹവാ എന്നതിന്റെ ഒരു തഫ്സീറാണ്, വ്യാഖ്യാനമാണ്. കാസർഗോഡ് ജില്ലയിലെ കർണാടക ചുള്ളിക്കടുത്ത് ഒരു വയത് തന്നെയാണ്. അപ്പൊ ഞാനെന്ത് ചെയ്തൊരു വദ്ദുഹ വല്ലൈലി ഇദാ സജാ എന്നൊരു തഫ്സീർ പറഞ്ഞു. വദ്ദുഹ വല്ലൈലി ഇദാ സജാ, വദ്ദുഹ നബി തങ്ങളുടെ പ്രശോഭിതമായ മുഖത്തെ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ അവിടുത്തെ ഷാറു മുബാറക് തന്നെയാണ് സത്യം. റസൂലുള്ളാഹിന്റെ പുണ്യകേശം തന്നെയാണ് സത്യം. തഫ്സീർ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ വിദേശത്തൊരു ഫോൺ, മുസ്ലിയാരെ നിങ്ങളത്തെ ഖുർആന് പുതിയ അർത്ഥം വെച്ചത്, ഖുർആന് പുതിയ വ്യാഖ്യാനം പറഞ്ഞത് വല്ലൈലി ഇദാ സജാ അങ്ങനെ അർത്ഥം. നിങ്ങൾ ആരാന്ന് ചോദിച്ചു. ഞാനൊരു കുക്കാണ് തന്നെയാണ്, ഒരു കുക്കാണ്. സുബ്ഹാനല്ലാഹ്, കുക്കിനറിയുന്ന പലതും എനിക്കറിയില്ല. കുക്കിന്റെ പണി മോശമായ പണിയൊന്നല്ല. അപ്പം ഭക്ഷണം തരുന്ന ആൾക്കാരല്ലേ. കുക്കിന്റെ പണി മോശമായ പണിയൊന്നല്ലേ. ഞാൻ എന്റെ മകന്റെ കല്യാണത്തിൽ ഒരു കുക്ക് ഒരു അരിന്റെ പേര് തന്നു. ഞാൻ കക്കട്ട് കൊടുത്തയച്ച് ലീസ്റ്റ്, അയാൾ അരി കൊടുത്തയച്ച് എത്രയോ കൊല്ലം അച്ഛൻ അമ്മതാജിയാണ്, അയാൾ അരി കൊടുത്തയച്ചു. പക്ഷേ കുക്ക് പറഞ്ഞ ഇതല്ല ഞാൻ എഴുതി അരി തന്നു. അങ്ങനെ എന്നോട് ഞാൻ ചോദിച്ചു എവിടെ കിട്ടും, ചൊക്കിലി കിട്ടുമല്ലോ. മൊയ്തൂക്കാന്റെ വീട്ടിൽ പറഞ്ഞു അവിടെ അരിയുണ്ട്. ഞാൻ എത്ര കൊല്ലായി ചോറുന്നു ഇതുവരെ എനിക്ക് മനസ്സിലായില്ല. ഏത് കുക്കിനറിയാം, കുക്കിനെല്ലാം വിവരമുണ്ട് അയാളെ വിഷയത്തിൽ. പക്ഷെ കുക്കിന് തഫ്സീർ അറിയോ? കുക്കിന്റെ വിവരം എനിക്കില്ല അയാളെ വിഷയത്തിൽ. അതേ സമയത്ത് തഫ്സീറിന്റെ കിതാബ് കുക്ക് നോക്കി, തഫ്സീർ റാസിയിലുണ്ട് ഞാൻ പറഞ്ഞ തഫ്സീർ. ഇതുപോലെ വന്നജ്മി ഇദാ ഹവാ അത് ഒരു തഫ്സീറായി പറഞ്ഞു. മേൽഭാഗത്ത് താഴോട്ട് ഇറങ്ങി വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് സത്യം. എന്താ അല്ലാഹു തആല സത്യത്തിൽ പറയുന്ന വിഷയം? മാ വല്ല സാഹിബുക്കും വമാ തവാ, നിങ്ങളെ സാഹിബ് മുഹമ്മദ് റസൂലുള്ളാഹി ജീവിതത്തിൽ പിഴച്ചിട്ടില്ല, ഒരിക്കലും ഒരു പിഴവ് സംഭവിച്ചിട്ടില്ല. വമാ തവാ, അവിടുന്ന് പിഴവ് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. അവിടുന്ന് തടീച്ചനുസരിച്ച് സംസാരിക്കൂല.
വഹി മുഖേനയല്ലാതെ സംസാരിക്കൂല. അള്ള പറയുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പിഴച്ചിട്ടില്ല, സത്യം ചെയ്തിട്ടല്ല പറയാണ്. മൗലൈമാര് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അള്ളാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി. സുഹൃത്തേ, ഖുർആനും മുജാഹിദും തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ? ഉണ്ടോ മോനെ? ഉണ്ടോ? ഖുർആനും മുജാഹിദും തമ്മിൽ ബന്ധമുണ്ടോ? അമ്മയും മുജാഹിദും തമ്മിൽ ബന്ധമുണ്ടോ? നബിതങ്ങളും മുജാഹിദും തമ്മിൽ ബന്ധമുണ്ടോ? അതുകൊണ്ട് ഖുർആൻ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളെ, റസൂലുള്ളാഹിനെ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളെ, നിങ്ങൾ ഒരിക്കലും തന്നെ മുജാഹിദിൽ പെട്ടുപോകല്ല, ജമാഅത്ത് ഇസ്ലാമിയിൽ പെട്ടുപോകല്ല, നിങ്ങൾ ഒരു പുത്തൻവാദത്തിലും പെട്ടുപോകല്ല. അവർക്കൊന്നിലും വിശ്വാസം അവരെ മൗലൈമാർക്കില്ല. ആ മൗലൈമാരുടെ വഞ്ചനയിൽ കുടുങ്ങിപ്പോയ സാധാരണക്കാർ പടച്ചവനെ അവർക്ക് ചിന്തിക്കാൻ ബുദ്ധി നൽകണേ അല്ലാ, അവർക്ക് നന്നാകാൻ അവസരം കൊടുക്കണേ അല്ലാ. റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു, മൗലൈമാരെ വിശ്വസിച്ച് പെട്ടുപോയതാണ് സർവ്വസാധാരണക്കാരന് മുജാഹിദിൽപ്പെട്ടവർ മൗലൈമാരെ വിശ്വസിച്ച് പിഴച്ചു പോയതാണ്. നാളെ പടച്ചറബിന്റെ കോടതിയിലെത്തിയ ഞാൻ ജനിക്കുന്നതിന്റെ 7 കൊല്ലം മുമ്പുള്ളതാണ്. ഞാൻ 59 ജനിച്ചത്, 52 ഇതില് മുജാഹിദിന്റെ ഫത്വ, ഈ ഫത്വ പറയുന്നത് എന്താ? നമ്മൾ പറയുമ്പോൾ തന്നെ ശരിക്കും മനസ്സിലാക്കണം, ഇല്ലാത്ത പറയാൻ പാടില്ല. എന്താ പറഞ്ഞത്? കാഫിറായ മുഹത്തദി, പുത്തനാശയക്കാരൻ കാഫിറായി പോയി. അങ്ങനത്തെ ഒരു പുത്തനാശയക്കാരൻ ആരാ? അതിനെ പറ്റി പറയണം. ആരാ കാഫിറായി പോയ മുഹത്തദി? കേട്ടോ, മുബത്തദി കാഫിർ എന്ന് പറയപ്പെടുന്നു. ആർക്ക്? കേട്ടോ, അല്ലാഹുവിന് ജഡം, രൂപം, ഭാഗം, സ്ഥലം മുതലായ വല്ലതും ഉണ്ടെന്ന് വിശ്വസിക്കുക. അല്ലാഹു ജഡമുണ്ടെന്നോ ഭാഗമുണ്ടെന്നോ സ്ഥലമുണ്ടെന്നോ വിശ്വസിച്ചാൽ കാഫിറാണ് എന്ന് 1952 ഈ അൽമനാറിൽ മുജാഹിദ് ഫത്വ. എന്നാൽ സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, പുതിയ അൽമനാറ്, ഇപ്പോൾ ഇറക്കുന്ന അൽമനാറ്, അതിൽ പറയുന്നത് അതായത് സ്ഥലം വിശ്വസിച്ച കാഫിറാണെന്നാണ് ആദ്യം പറയുന്നത്. ഇപ്പൊ പറയണേ, ഏതൊരുവൻ അല്ലാഹു അർശിന്മേൽ ആരോഹിതനാണെന്നും 7 ആകാശങ്ങൾക്ക് മുകളിലാണെന്നും സൃഷ്ടികളിൽ നിന്നും അകന്നാണെന്നും അംഗീകരിക്കുന്നില്ലയോ അവൻ കാഫിറാണ്. ഇപ്പോഴത്തെ കാഫിർ എങ്ങനെ? അല്ലാഹു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞാൽ കാഫിറാണെന്ന് 52. ഇപ്പോ പറയുന്നത് 2009 ജൂണിലെ അൽമനാറിൽ പറയുന്നത് അല്ലാഹ് 7 ആകാശത്തിന്റെയും മുകളിൽ സൃഷ്ടികളിൽ നിന്ന് അകലെ അവിടെ കുതിരിക്കുകയാണെങ്കിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ കാഫിർ. അപ്പൊ എന്തായി? 52 മൗലവിമാര് കാഫിറാണെന്ന് ഇപ്പോഴത്തെ മൗലവിമാര് വിശ്വസിക്കുന്നു. 52 ജയിച്ച മൗലവിയുണ്ടോ? കെ മൗലവി, വക്കം മൗലവി, MCC മൗലവി, അന്നത്തെ മൗലവിമാര് അവര് കാഫിറാണ് ഇപ്പോഴത്തെ മൗലവിമാർ വിശ്വസിക്കുന്നു. ഇവര് കാഫിറാണെന്ന് അവർ നേരത്തെ തന്നെ ഫത്വയും കൊടുത്തിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഇവര് കാഫിറാണെന്ന് അവര് നേരത്തെ ഫത്വ കൊടുത്തിട്ടു. അവര് കാഫിറാണെന്ന് ഇപ്പൊ ഇവര് പറയുകയും ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം ഇവരുടെ കൂട്ടത്തിൽ എവിടെ? മുജാഹിദ് മുസ്ലിം എവിടെ? ഈ ഞങ്ങളാ രീതിയിലല്ല, 2 രീതിയിലാ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹിനെ പറ്റി അകന്നു നിൽക്കുന്നവെന്ന് പറയാൻ പറ്റുമോ? അല്ലാഹ് പറയുന്നു, വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. കണ്ട നാളത്തെക്കാൾ അടുത്തവനാണ് നമ്മൾ. അല്ലാഹുവിനെ സംബന്ധിച്ച് അകന്നവെന്ന് പറയാൻ പറ്റുമോ? ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ സമീപസ്ഥനാണ്. അല്ലാഹ് അകന്നവനാണെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കാഫിർ എന്ന് പറഞ്ഞാൽ ഖുർആൻ വിശ്വസിച്ച കാഫിർ എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? അപ്പൊ ഇത് ഇസ്ലാമാണോ? ഖുർആൻ വിരുദ്ധ ആശയം.
ഇനി സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളെ വിശ്വാസം എന്താണ്? അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അള്ളാഹ് സ്ഥലകാലതീതനാണ്. അള്ളാഹ് സ്ഥലത്തിന്റെ ആവശ്യമില്ല, അള്ളാഹ് സ്ഥലത്താണെന്ന് പറയാനും പാടില്ല. കാരണം സ്ഥലങ്ങളൊക്കെ പടച്ചത് അള്ളയാണ്. അത് പടക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹ് ഉണ്ട്. അന്നും അള്ളാഹ് സ്ഥലത്തിന്റെ ആവശ്യമില്ല, ഇന്നും അള്ളാഹ് സ്ഥലത്തിന്റെ ആവശ്യമില്ല. ചില കള്ളത്തരീക്കക്കാര് പറയുമ്പോൾ അള്ളാഹ് എല്ലാ സ്ഥലത്തും പരന്നു കിടക്കുന്നു എന്ന് പറയാൻ പാടില്ല. കാരണം ഒരു സ്ഥലത്തുമാണെന്ന് പറയാൻ പാടില്ല. കാരണം അല്ലാഹു തആല സ്ഥലകാലതീതനാണ്, പടച്ചവൻ, സ്ഥലങ്ങളെ പടച്ചവനാണ്, സ്ഥലങ്ങളെ പടച്ചവനാണ്. അത് പടക്കുന്നതിന് മുമ്പ് അല്ലാഹ് ഉണ്ട്. അന്നും അല്ലാഹു സ്ഥലത്തിന്റെ ആവശ്യമില്ല, ഇന്നും അല്ലാഹു സ്ഥലത്തിന്റെ ആവശ്യമില്ല. ഇതാണ് നമ്മുടെ വിശ്വാസം. എത്ര ഭംഗിയുള്ള വിശ്വാസം! ഇനി സുഹൃത്തുക്കളെ, നിങ്ങൾ ഇപ്പോൾ കണ്ടല്ലോ, അവരെ അൽബനാർ പറഞ്ഞു അള്ളാഹ്ക്ക് ഭാഗമുണ്ടെന്ന് വിശ്വസിച്ച കാഫിറാണ്. 52-ലാണ്. ഇപ്പൊ പുതിയ അൽമനാർ എന്താ പറയുന്നത്? ഡിസംബർ 2004 അള്ളാഹുവിന്റെ വേറൊന്ന് പറഞ്ഞേലും അള്ളാഹുവിന് ജഡം, രൂപം, ഭാഗം, സ്ഥലം ഇതൊക്കെ ഉണ്ട് വിശ്വസിച്ച കാഫിറാന്നാണ് മുമ്പ് പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞ കേട്ടോടെ, അള്ളാഹുവിന്റെ ഇരു കൈകളും ഇരു ഭാഗവും വലതു ഭാഗമാണ്. അള്ളാഹ്ക്ക് രണ്ട് ഭാഗം, രണ്ടും നമ്മൾ ആലോചിക്കണേ. ഒരു തലമുള്ള ഒരു മുജാഹിദ് ഡിസംബർ 2004. അപ്പൊ രണ്ട് കൈയും ബലത്താണ്. എരിയുകളോ അൽമനാർക്കെന്ന് ഒരിക്കൽ പറഞ്ഞു അള്ളാഹ് ഇടത്തെ കൈ ഇല്ലാന്ന്. അത് തന്നെ നമ്മളെ സക്കരിയ സലാഹി ഒരു ബുക്കുണ്ട്, അവര് സുന്നത്തുൽമാടെ വിശ്വാസം. അതിൽ പറയുന്നത് അള്ളാഹുവിന്റെ ഇരു കൈകളും വലം കൈയാണെന്നും അഥവാ അവന് ഇടത് കൈ ഇല്ലെന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അള്ളാഹ്ക്ക് ഇടത്ത് കൈയില്ല, വലത്ത് രണ്ട് കൈ. ഇവരെ വിശ്വാസമാണ്. നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹ്ക്ക് അവയവങ്ങളെ ഇല്ലാതാണ്. അതിരിക്കട്ടെ, വലത്ത് രണ്ട് കൈ, ഇടത്ത് കൈയില്ല. എന്നാൽ അത് എഴുതിയിട്ട് 2 കൊല്ലം കഴിയുമ്പോൾ പുതിയ അൽമനാർ ഇതിലെന്താ പറഞ്ഞത്? അള്ളാഹ്ക്ക് ഇടത്തെ കൈ ഉണ്ട്. അത് കൂടി കേട്ടോളി. ഇതെപ്പോഴതാണ്? ഇത് 2009 ജനുവരി. നേരത്തെ ബാക്കി 2007. ഇപ്പൊ പറയുന്നത് എന്താണ്? അള്ളാഹ്ക്ക് വലത്ത് ഇടത്ത് കൈയുണ്ട്. ഒന്ന് കേട്ടോ, ഞാൻ വായിച്ചു എല്ലാം പറയാ കള്ളത്തരം. ഖുർആന്റെ ഹദീസിന്റെ പേരിൽ പറയല്ലേ. അന്ത്യദിനത്തിൽ അല്ലാഹു ആകാശങ്ങളെ തീർത്തിയെടുക്കും. പിന്നീട് തന്റെ വലത് കൈ കൊണ്ട് പിടിച്ച ശേഷം പറയും, ഞാനാണ് രാജാവ്, എവിടെ അഹങ്കാരികളും ധിക്കാരികളും. ശേഷം ഭൂമിയെ തന്റെ ഇടത് കൈ കൊണ്ട് ചുരുട്ടിപ്പിടിക്കും. അപ്പൊ 2009 അല്ലാഹ്ക്ക് ഇടത്ത് കൈയുണ്ട്, 2007 അല്ലാഹ്ക്ക് ഇടത്തെ കൈയില്ല. രണ്ടും മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാർ. ചോദിക്കട്ടെ, മുസ്ലിമീങ്ങളെ കാഫിറാക്കലല്ലാതെ ഈ പ്രസ്ഥാനത്തിന് വേറെ ലക്ഷ്യമുണ്ടോ? അതുകൊണ്ട് മുസ്ലിമേ, ഈമാൻ വിട്ടി മരിക്കണോ? സ്വർഗത്തിലെത്തണോ? മുൻഗാമികളെ പിന്തുടർന്ന് സുന്നത്ത് ജമാഅത്തിനായി ജീവിച്ച് മരിച്ചോ? ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുന്നു. സുഹൃത്തുക്കളെ, നാദാപുരത്ത് ഗണ്ണന പ്രസംഗം നടത്തി, 9 ഗണ്ണനം നടത്തി. വാഴക്കാട്ടിൽ 8 ഗണ്ണനം നടത്തി, 9 പ്രസംഗം നടത്തി. ഞാൻ നിങ്ങളോട് പറയട്ടെ, അങ്ങോട്ട് പറഞ്ഞു നിർത്തുക. അതെന്റെ ജീവിതത്തിൽ നടന്ന വീണ്ടും ഖണ്ഡനങ്ങളാണ്. അതിനേക്കാൾ ചെറിയ എത്രയോ നടത്തിയിട്ടുണ്ട്, എത്രയോ വാദപ്രകാരം നടത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഞങ്ങളുടെ നാട്ടിൽ ഉസ്സൻകടി വന്നിട്ടൊരു വാദപ്രകാരത്തിൽ മറുവശത്തുള്ള ആരാ? ഒന്ന് സക്കരിയ സലാഹിയാണ്, ഒന്ന് കായക്കൊടി ഹനീഫ മൗലവിയാണ്. അങ്ങനെ 2 കൂട്ടർ പറഞ്ഞ് നമ്മൾ മുസ്ലിക്കാം. നമ്മൾ പറഞ്ഞു അങ്ങനെ മുസ്ലിക്കാന്ന് പറയല്ല, കാഫറാന്ന് പറയല്ല. അവന്ന് പറഞ്ഞാൽ മുസ്ലിക്കന്നെ ശിർക്ക് ചെയ്തവരെന്നെ നമ്മൾ മുസ്ലിക്കാന്ന് 2 കൂട്ടർ പറഞ്ഞു. ഇപ്പോഴോ സക്കരിയ സലാഹി പറയുന്നത് കായക്കൊടി ഹനീഫ മൗലവി മുസ്ലിക്കാണ്. കായക്കൊടി പറയുന്നത് സക്കരിയ പണ്ടങ്ങാ മുസ്ലിക്കായി പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മുസ്ലിക്കാക്കുന്നത്. അത് എന്റെ കാഫറ എന്തിന് കാഫറാക്കണമെന്ന CD-യിൽ ഞാൻ ഓരോന്നോരോന്ന് കേൾപ്പിക്കുന്നുണ്ട്, ക്ലിപ്പ് സഹിതം. സുഹൃത്തുക്കളെ, ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കാഫറാക്കാണ്.
അന്ന് അവർ രണ്ടാളും കൂടെ നടത്തിയിരുന്നൊരു മൗലവിയുണ്ട്. ഇപ്പോഴും ആ വീഡിയോ നോക്കിയാൽ കാണാം. ജബ്ബാർ മൗലവി. രണ്ടു കൂട്ടരും പറയും ഇയാൾക്കെന്തായാലും കേൾക്കുന്നുണ്ട്. എന്നാ നിങ്ങൾ കേൾക്കണോ? വാഴക്കാട് എന്നോട് ഗണ്ണത്തിൽ വന്നൊരു സലഫി മൗലവിയുണ്ട്, അബ്ദുറഹ്മാൻ സലഫി. അയാളതാ പറയുന്നു, നാദാവത്ത് എന്നോട് വാദപ്രതിവാദം എന്നോട് ഗണ്ണനം നടത്തിയ ഹുസൈൻ സലഫി മുശിരിക്കാണ്. ഹുസൈൻ സലഫി പറയുന്ന വാഴക്കാട്ടിന്റെ പേരോട് ഗണ്ണനം നടത്തിയാൽ മുശിരിക്കാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങോട്ടും ഇങ്ങോട്ടും കാഫറാക്കുന്ന തിരക്കിലാണിപ്പോൾ. ഞാൻ ചോദിക്കുന്ന ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ, ഒരു ഈമാനുള്ള മനുഷ്യൻ മുജാഹിദിലേക്ക് എങ്ങനെ മെമ്പറാകും, എങ്ങനെ പോകും? സുബ്ഹാനല്ലാഹ്, ഇപ്പോഴങ്ങോട്ടും ഇങ്ങോട്ടും കാഫറാക്കുകയല്ലേ. എന്തിനായിരുന്നു നമ്മളെ ഒരു കാഫറാക്കിയിരുന്നത്? നബിതങ്ങളെ വിളിച്ച് തേടിയതിന്റെ പേരിലല്ലേ? അല്ലേ നമ്മൾ മുസ്ലിക്കാന്ന് പറഞ്ഞത് എന്തിനാ? സുബ്ഹാനല്ലാഹ്, മങ്കൂസ് മൗലിദ് ഓതിയതിനല്ലേ നമ്മൾ മുശ്രിക്കാണെന്ന് പറഞ്ഞത്? നബിതങ്ങളോട് ശഫാഅത്ത് തേടിയതിനല്ലേ നമ്മൾ കാഫറാണെന്ന് ഇവര് പറഞ്ഞത്? എന്നാ മുസ്ലിമേ, വിവരമുള്ളവര് പറഞ്ഞത് എന്താണ്? ഖുർആൻ അറിയുന്നവർ ഇമാമികളാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ? എന്നാൽ ഇമാം ബുഖാരിയുടെ ഉസ്താദിന്റെ ഉസ്താദ്, ശാഫി ഇമാമിന്റെ ഉസ്താദ്, അതേ ലോകത്തുള്ള എല്ലാ ഹദീസ് പണ്ഡിതന്മാരെയും ഉസ്താദ് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ആ മാലിക് ഇമാം തങ്ങളോട് ചോദിക്കില്ലേ ഗവർണർ അബൂ ജഅഫർ മൻസൂർ ചോദിക്കുന്നു, അസ്തഖ്ബിലുൽ ഖിബ്ലത വഅദഉ അമ്മ അസ്തഖ്ബിലു റസൂലല്ലാഹ്. ഓ മാലിക് ഇമാം തങ്ങളെ, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ ഞാൻ റസൂലുള്ളാഹിനെ കൊള്ള തിരിഞ്ഞു നിന്നിട്ടാണോ ദുആ ചെയ്യേണ്ടത്? അല്ല റസൂലുള്ളാഹിയിലേക്ക് തിരിഞ്ഞു നിൽക്കാതെ ഞാൻ കഅബയിലേക്ക് ഖിബ്ലക്ക് തിരിഞ്ഞിട്ടാണോ ദുആ ചെയ്യേണ്ടത്? അപ്പോൾ മാലിക് ഇമാമിന്റെ മറുപടി, ഫലിമ തസ്രിഫു വജ്ഹക അൻഹു ഫഇന്നഹു വസീലതുക വവസീലതു അബീക ആദം അലൈഹിസ്സലാം ഇലല്ലാഹി തആല യൗമൽ ഖിയാമ. നിങ്ങൾ എന്തിനാണ് റസൂലുള്ളാഹിനെ തൊട്ട് മുഖം തിരിക്കുന്നത്? നിങ്ങളുടെയും നിങ്ങളുടെ ഉപ്പാപ്പ ആദം നബി അലൈഹിസ്സലാമിന്റെയും ഖിയാമത്ത് നാളിലും അല്ലാഹുവിലേക്കുള്ള ഇടയാളനല്ലേ മുഹമ്മദ് റസൂലുള്ളാഹി? നിങ്ങളുടെയും നിങ്ങളുടെ ഉപ്പാപ്പ ആദം നബിയുടെയും ഇടയാളനല്ലേ? അതിനാൽ നിങ്ങൾ റസൂലുള്ളാഹിനെ കൊള്ള തന്നെ മുഖം തിരിച്ചു നിന്നോ ഗവർണറെ. എന്നിട്ട് നബിയോട് ശഫാഅത്ത് തേടിക്കോ, നബിതങ്ങളോട് ശഫാഅത്ത് തേടിക്കോ. എന്താ തെളിവ്? അല്ലാഹു പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ, വലൗ അന്നഹും ഇമ്മറബു അൻഫുസഹും ജാഊക അല്ലായ. ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, തെറ്റ് ചെയ്തു പോയവർ തങ്ങളെ സമീപിക്കട്ടെ, എന്നിട്ട് അവർ അല്ലാഹുവിനോട് തങ്ങളെ മുന്നിൽ വെച്ച് അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കട്ടെ. അതിന്റെ പുറമെ തങ്ങളോട് അവർ സങ്കടം ബോധിപ്പിക്കട്ടെ. തങ്ങളവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്താൽ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ഖുർആൻ പഠിപ്പിച്ച ഒരായത്തുണ്ട്. ഇബ്നു കസീറിന്റെ തഫ്സീർ അനുസരിച്ചാണ് ഞാൻ അർത്ഥം പറഞ്ഞത്. ആ ആയത്ത് മാലിക് ഇമാം തങ്ങള് റസൂലുള്ളാഹിനെ വിളിച്ച് തേടാൻ വേണ്ടി ഖുർആനിലെ ആയത്ത് ഗവർണർക്ക് ഓതിക്കൊടുക്കുന്നു മദീനയിൽ വെച്ച്. ആ ഇമാമികളെ മുശ്രിക്കാണെന്ന് വിധിച്ച മൗലവിമാരെ പരസ്പരം കഫറാക്കി മുശ്രിക്കാക്കി ഛിന്ന ഭിന്നമായി അതാ മുഴുവൻ സ്ഥലങ്ങളിലും മുഴുവൻ മഹല്ലത്തുകളിലും മുഴുവൻ സ്ഥലങ്ങളിലും. ചോദിക്കട്ടെ, മുജാഹിദിന്റെ പള്ളികൾ തന്നെ പോലീസിന്റെ കാവലോടുകൂടെ അതാ ജുമുഅ എന്ന പേരിൽ മീറ്റിംഗ് നടത്തുന്നതല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മുസ്ലിം സമുദായത്തിൽ രൂക്ഷമായ ഭിന്നിപ്പുണ്ടാക്കി മുഴുവൻ ആളുകളെയും കാഫറാക്കി ചിത്രീകരിച്ച് മുഹമ്മദ് നബി തങ്ങളടക്കം പിഴച്ചു പോയവരാണെന്ന് പറയുന്നൊരു കക്ഷിയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ മുസ്ലിമേ? അംഗീകരിക്കാൻ പറ്റുമോ മുസ്ലിമേ? അവരെ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുമ്പോ അതിനെക്കുറിച്ച് ഒരക്ഷരം പറയാതെ ആയിരക്കണക്കിന് ഈ കുട്ടികളെ പോറ്റുന്ന, ആയിരക്കണക്കിന് പള്ളികൾ നിർമ്മിക്കുന്ന, ആയിരക്കണക്കിന് കിണറുകൾ കുഴിച്ചു
കൊടുക്കുന്ന, ആയിരക്കണക്കിന് ശിഷ്യന്മാരെ വാർത്തെടുക്കുന്ന, ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ വളർത്തിയെടുക്കുന്ന മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. എംഎ ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. താജുൽ മൗലാന തങ്ങൾ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അത്തരത്തിലുള്ള മഹാന്മാരെ ഇടിച്ചു താഴ്ത്തലാണോ ദീനീ പ്രവർത്തനം? അല്ലാഹു തആല നമുക്കൊക്കെ ഖൈറായ പ്രവർത്തനത്തിന് തൗഫീഖ് നൽകട്ടെ. ഞാൻ തൂവക്കുന്നുവെന്ന സ്ഥലം സിറാജുൽ ഞാനവിടെ സ്ഥാപനം ഉണ്ടാക്കാൻ വിചാരിച്ചു. തറക്കല്ലിടാൻ ഉള്ളാൾ നമ്മൾ ഏകസ്ഥാനം പിടിച്ച് രണ്ടാൾ പറഞ്ഞ് തറക്കല്ലിടൽ കഴിഞ്ഞ് 9 മണി സമയത്ത് രണ്ടാൾ ലക്ഷദ്വീപിലേക്ക് പരിപാടിക്ക് പോകാൻ. ഉള്ളാളെ തങ്ങളുടെ നാട് കരുവന്തിരിക്കുകയാണ്. തങ്ങളെ പുരന്റെ തൊട്ട് തന്നെ ജമാഅത്ത് പള്ളിയാണ്. ആ പള്ളി തങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ്. തങ്ങളെ മഹല്ലും തങ്ങളെ പള്ളിയും ജുമയൊക്കെ അവിടെ പുരന്റെ അതേ സ്ഥലം തന്നെ തങ്ങളെ ഉറന്നു കൊടുത്തതാ. അങ്ങനെ നമ്മളെ ആലിമീങ്ങളും തങ്ങന്മാർക്ക് അവരെന്നെ കൊടുക്കലാ. കാരണം ഞാൻ എത്ര മാമ്പഴം കൊടുക്കുന്ന മാവിതൊക്കെ കൊടുക്കല. ഞാൻ 60 പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ 60 പള്ളി ഉസ്താദ് പള്ളി ഉണ്ടാക്കിയിട്ട് അതിന്റെ ഫോട്ടോ കാണിച്ചിട്ടുണ്ടാക്കിയതാ. കുറ്റിയാടി പള്ളിയുടെ ഫോട്ടോ കാണിച്ചിട്ടുണ്ടാക്കിയതാ. ഉസ്താദ് ആയിരക്കണക്കിന് പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഉസ്താദ് കാന്തപുരം മഹലിന്റെ പ്രസിഡന്റും എല്ലാ സ്ഥാനവും ഉസ്താദിനാണ്. അവിടെ ഞാൻ എത്ര പ്രസംഗിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആലിമ്യങ്ങൾ, ഞാൻ ആലിമല്ല, ഞാനൊരു കമ്പൗണ്ടർ പോലെയാണ്, ഡോക്ടറല്ല. അവർക്ക് ഡോക്ടർമാരായി ഞാൻ അവരെ പറയും പോലെ മരുന്നെടുത്ത് കൊടുക്കുന്ന ഒരാളാണ്. ഞാൻ അൽഹംദുലില്ലാഹ് എല്ലാ നാട്ടിലും എന്റെ പുരന്ന് 4 ജംഗ്ഷനിൽ നടന്നാലും സ്ഥലത്ത് പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ സെക്രട്ടറിയാണ്, മഹലിന്റെ സെക്രട്ടറിയാണ്. അങ്ങനെ ഓരോ സ്ഥലത്തും ഞാൻ പറഞ്ഞു നിങ്ങൾ ധാരാളം പള്ളി ആക്കാറുണ്ട്. അവിടെ ഒക്കെ പലരും മഹലിന്റെ കമ്മിറ്റി പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ആക്കാറുണ്ട്. നിങ്ങൾക്കൊരു കഥ കേൾക്കണോ? ഒരു ചെറിയ സംഭവം പറയട്ടെ. ഒരു ദിവസം കോൺഗ്രസ്സുകാരനായ മൂസാജി കോരങ്കോട്ട് മൂസായി ജമാഅത്തിന്റെ ട്രസ്റ്റ് മെമ്പറാണ്. കുറ്റിയാടിയിലെ വലിയ കുട്ടികളുണ്ട് ഇവിടെ. റസാഖിനെ അവിടെ ഇപ്പം കണ്ടു. അങ്ങനെ പലരുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് മണ്ണൂരിൽ അവിടൊക്കെ ത്യാഗം ചെറിയതാകുന്നല്ല വെച്ചത്. സുബ്ഹാനല്ലാഹ്, ഒരു മദ്രസ ഉണ്ടാക്കുമ്പോൾ ആരല്ല എതിർക്കുന്നത്? BJP അല്ലാത്ത എല്ലാ പാർട്ടിക്കാരും എതിർക്കണം. BJP മാത്രം എതിർത്തില്ല. ഉള്ള പോലെ പറയണേ എതിർത്തില്ല. എല്ലാവരും കൂടി അൽഹംദുലില്ലാഹ് മദ്രസ ഉണ്ടാക്കിയിട്ട് പള്ളി ഉണ്ടാക്കിയിട്ട് മഹൽ ഉണ്ടാക്കി ഒക്കെ ഉണ്ടാക്കില്ല. കോട്ടെ അവിടെ ആദ്യം സുന്നത്ത് മഹല്ലില്ലായും മദ്രസയില്ലായും ഒക്കെ ഉണ്ടാക്കിയതാണ്. അപ്പോ ഈ മണ്ണൂരിലെ മൂസാജി ട്രസ്റ്റ് മെമ്പറാണ് ജമാഅത്ത്. അയാൾ മരിക്കുമ്പോൾ നമ്മളെ പള്ളിയുടെ പ്രസിഡന്റാണ്. സുന്നത്ത് ജമാഅത്തിലേക്ക് വന്നതാ. വെറുതെ ഒന്നുമല്ല, ചീത്ത വർത്തല്ല, തെളിവ് കാണിച്ചു കൊടുത്തില്ല. ആ മൂസാജിയുടെ സംബന്ധിച്ച് അല്ല മൊയ്തൂരൊന്ന് മുസ്ലിം ലീഗിലെടുത്തിട്ട് നിങ്ങൾ പറഞ്ഞു ഒരു വ്യഥാ പറഞ്ഞു ഉള്ള ഹക്ക് ഏത് പോയി മൂപ്പര ബന്ധത്തിലും പോയിട്ടുണ്ട്. മൂപ്പര നാടെവിടെ ചെറിയ കുമ്പളൊന്നല്ല സ്ഥലത്താണ്, കുറ്റിയാടി. അവിടെ ഞാൻ സുന്നത്ത് ജമാഅത്തിന് പള്ളി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിന്റെ പ്രസിഡന്റ് സെക്രട്ടറി മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരാവട്ടെ. അപ്പൊ അവിടെ മൊയ്തൂർ തന്നെയാണ് മുസ്ലിം ലീഗിന് പുറത്താക്കിയത്. എടുക്കേണ്ടത് നമ്മളെ പ്രവർത്തകന്മാരാണ്. നമ്മളെ പള്ളിയുടെ പ്രസിഡന്റ് സെക്രട്ടറിക്ക് മുസ്ലിം ലീഗിൽ ഒരു ശുപാർശ കിട്ടി. ഇവർക്ക് ഒന്നും എടുക്കുന്നില്ല. അപ്പോ മൂസാജി നിങ്ങളൊന്ന് പറയണം, മുസ്ലിം ലീഗിൽ മൊയ്തൂരൊന്നും എടുത്തു കൊടുക്കാൻ അയാളെ കുടുംബക്കാരനാണ്. ഞാൻ പറഞ്ഞോളാം, പറയുകയും ചെയ്ത് ഒഴിപ്പിക്കുകയും ചെയ്തു മുസ്ലിം ലീഗിൽ. ഞാൻ പറഞ്ഞു വന്നത് റിക്കാർഡുണ്ടല്ലോ, നിങ്ങൾ അന്വേഷിച്ചോളി. ഞാൻ പറഞ്ഞു വന്നത് ഞാനുണ്ടാക്കിയ പള്ളിയുടെ പ്രസിഡന്റ് സെക്രട്ടറി മുസ്ലിം ലീഗാണ്. ഒന്ന് കരീമാണ്, ഒന്ന് അബ്ദുള്ളയാണ്. നിങ്ങളെ പോയി അന്വേഷിച്ചു, രണ്ടാളും മുസ്ലിം ലീഗാണ്. അതേസമയത്ത് മുസ്ലിം ലീഗ് അല്ലാത്ത എത്രയോ പാർട്ടിക്കാർ മുസ്ലിം സെക്രട്ടറി നമ്മുടെ ഉണ്ടാക്കിയ പള്ളിക്ക് വേറെ കേട്ടോ. ഞാൻ അത് കേട്ടോണ്ട് ഞാൻ മുസ്ലിം ലീഗാന്ന് നിങ്ങൾ വിചാരിക്കണ്ട, അല്ലാതെ വിചാരിക്കണ്ട. അതവരെ വിഷയം പുറത്തു വരേണ്ട ആവശ്യമില്ല. ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയം ഉണ്ടാവും ഉള്ളവർക്ക്. പക്ഷെ നമുക്ക് സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല, സംഘടനയുടെ നേതാക്കൾക്ക് രാഷ്ട്രീയമില്ല. നമ്മളെന്താണ്? നമ്മള് ദീനി ദേവത്തെ അള്ളാഹ് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നമ്മൾ വലിയ ആളാന്ന് പറയില്ല, അള്ളാഹ് വലിയ ആളാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അള്ളാഹ് അല്ലാണ്ട് ആരാധിക്കാൻ അർഹനില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. നിങ്ങളങ്ങനെ പ്രഖ്യാപിക്കണമെന്ന് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഞാനത് ഉറപ്പിച്ച് പ്രഖ്യാപിക്കാം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ്, ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് ആലോചിക്കാൻ വേണ്ടിയല്ലേ ശരി ആലോചിക്കാം. അതാണ് ദീനിന്റെ ദേവത, ഏറ്റവും വലിയ ദേവത. പിന്നത്തെ പരിപാടി എന്താ? നിസ്കാരത്തിലേക്ക് വരൂ വലത്തോട്ട് 2 തവണ വലത്തോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് 2 തവണ വിളിച്ചു. എന്നാ അതേ 2 തവണ ഇടത്തോട്ടും തിരിഞ്ഞു നോക്കിയിട്ട് അയാളൽ ഫലാ. നമ്മക്ക് ഇടത്തും വലത്തും കണക്കാണ്. അയാളൽ ഫലാഹ് 2 പ്രാവശ്യം അങ്ങോട്ട്, 2 പ്രാവശ്യം ഇങ്ങോട്ട്. അങ്ങനെയാണ് നമ്മളെ ദീനി ദേവത്ത്. വിവേചനമില്ല, രാഷ്ട്രീയമില്ല. ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളായി ഞങ്ങളെ ആരും ക്ഷണിക്കണ്ട. ഞങ്ങളതിന് ഖിയാമത്ത് നാൾ വരെ കിട്ടൂല.
ഒരു പാർട്ടിയോടും ഞങ്ങൾക്ക് വിരോധമില്ല, ആരോടും പ്രത്യേകം സ്നേഹമില്ല. ആര് നല്ലത് ചെയ്താലും ഞങ്ങൾ അംഗീകരിക്കും, ആര് തെറ്റ് ചെയ്താലും തെറ്റാന്ന് പറയും. ഇതിലപ്പുറം ഞങ്ങൾക്ക് ഭൗതിക രാഷ്ട്രീയമില്ല. ഞങ്ങളെ സംഘടനയെ ഒരു കാലത്തും രാഷ്ട്രീയ പാർട്ടിയാക്കാനോ രാഷ്ട്രീയ പാർട്ടിയുടെ ഏതെങ്കിലും ഇടത്തോ വലത്തോ ഉള്ള ഏതെങ്കിലും ഒരു പാർട്ടി പറയുന്നത് പോലെ നടക്കാനോ ഞങ്ങളെ സംഘടന നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഒരു കാര്യം ഞങ്ങൾ ചിന്തിക്കുക പോലും ചെയ്തിട്ടുമില്ല, ചിന്തിക്കുകയുമില്ല. മറിച്ച് ഏത് പാർട്ടിയിലുള്ള മുസ്ലിമിനും നേതൃത്വം കൊടുക്കേണ്ടവരാണ് പണ്ഡിതന്മാർ. ഒരു മഹല്ലത്തിൽ കോൺഗ്രസ് ഉണ്ടാകും, കോൺഗ്രസ് തന്നെ പല കോൺഗ്രസ് ഉണ്ടാകും. കേരള കോൺഗ്രസ് ഉണ്ടാകും, കർണാടക കോൺഗ്രസ് ഉണ്ടാകും, വെറും കോൺഗ്രസ് ഉണ്ടാവും. കോൺഗ്രസ് തന്നെ ചെന്നിത്തലേന്റെ ആളുണ്ടാവും, ചിലപ്പോ ഉമ്മൻചാണ്ടിന്റെ ആളുണ്ടാവും, പല ആളും കോൺഗ്രസിലുണ്ടാകും. ലീഗ് ചിലപ്പോൾ INL ലീഗ് ഉണ്ടാകും, അല്ലാത്ത IUML ലീഗ് ഉണ്ടാകും, ജനത ഉണ്ടാവും, അല്ലാത്തതുണ്ടാകും, പാർട്ടികൾ പലതും ഉണ്ടാകും. മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും നേതൃത്വം കൊടുക്കേണ്ടവരാണ് പണ്ഡിതന്മാർ. അവര് പാർട്ടി നോക്കി നേതൃത്വം കൊടുക്കേണ്ടവരല്ല. എല്ലാവർക്കും മാലിമീങ്ങളോട് ഫത്വ ചോദിക്കണം, എല്ലാവർക്കും നിക്കാഹിന് മാലിമീങ്ങൾ നേതൃത്വം നൽകണം, എല്ലാവർക്കും മരിച്ച വീട്ടിൽ ദ്വാരന്നെടുക്കണം, എല്ലാവർക്കും പ്രാർത്ഥിച്ചു കൊടുക്കണം. പണ്ഡിതന്മാര് പാർട്ടിക്കാരായാൽ പിന്നെ ഒരു മഹല്ലത്തിലും പിന്നെ ഭിന്നിപ്പ് തീരൂല. സർവ ഭിന്നിപ്പുമുള്ള പാർട്ടിക്കാർക്ക് ഒരുപോലെ ആത്മീയ നേതൃത്വം കൊടുക്കേണ്ടവരാണ് പണ്ഡിതന്മാർ. പണ്ഡിതന്മാർ രാഷ്ട്രീയത്തിലിറങ്ങരുത്, രാഷ്ട്രീയക്കാരാകരുത്. അതേ സമയത്ത് മുസ്ലിം സമുദായത്തിന്റെ നന്മക്ക് സദാ ശബ്ദിക്കണം, രാജ്യത്തിന്റെ നന്മക്ക് ശബ്ദിക്കണം. അത് ആവശ്യമാണ്. അതെല്ലാ പാർട്ടിക്കാരോടും പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും പറയണം. അത് നെഞ്ഞൂക്കോടെ പറയണം. അത് നമ്മളെ മുൻഗാമികൾ പഠിപ്പിച്ചതാണ്. ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹു സുന്നത്ത് ജമാഅത്തിന്റെ നേതാവാണ്. നിങ്ങൾക്കറിയില്ലേ സുഹൃത്തുക്കളെ, വെളിയങ്കോട് ഉമർ ഖാദി റഹിമഹുല്ലാഹ് വലിയ കറാമത്തുള്ള മഹാനാണ്. ആ ഉമർ ഖാദി തങ്ങളിൽ അതാ ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോ പറഞ്ഞു, ബ്രിട്ടീഷുകാരെ നികുതി തരൂല, നിങ്ങൾക്ക് നികുതി തരൂല, ഇത് ഞങ്ങളെ രാജ്യമാണ്, ഇന്ത്യ രാജ്യം, ഇവിടെ നിങ്ങൾക്ക് നികുതി ഭരിക്കാൻ അധികാരമില്ല, നികുതി തരൂല. സുബ്ഹാനല്ലാഹ്, ചാവക്കാട് കോടതിയിൽ തൊക്കിടിയിൽ കൊണ്ടുപോയി ബഹുമാനപ്പെട്ട ഉമർ ഖാദിയെ വിചാരണ ചെയ്യാണ്. ബ്രിട്ടീഷുകാരെ ഭരണാണ്. ഉമർ ഖാദി പറഞ്ഞു, ഇല്ല, ഈ രാജ്യം ഞങ്ങളേതാണ്, ഞങ്ങളെ രാജ്യത്ത് നികുതി വിരിക്കാൻ അവകാശമില്ല, അതുകൊണ്ട് ഞാൻ നികുതി തരൂല, തരുന്നത് ഞാൻ മുടക്കുകയും ചെയ്യും. ഉമർ ഖാദി പറഞ്ഞപ്പോ ഉമർ ഖാദിയെ ജയിലിലിട്ടു. ജയിലിലേക്ക് പോയി ധൈര്യത്തോടെ പോയി. പക്ഷേ ജയിലിൽ പോകുമ്പോൾ പ്രസംഗിച്ചു. ഒരുപാട് ഹിന്ദുക്കളുണ്ട്, ഉമർ ഖാദിനെ ബഹുമാനിക്കുന്നവര്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിമീങ്ങളുണ്ട്. ഉമർ ഖാദി പറഞ്ഞു, ആരും ഒരു കുഴപ്പമുണ്ടാക്കരുത്. അതാ ആ യൂസുഫ് നബി അലൈഹി ഇസ്ലാം ജയിലിൽ കിടന്നിട്ടുണ്ട്, അഹമ്മദ് ഇബ്നു ഹംബൽ ജയിലിൽ കിടന്നിട്ടുണ്ട്, അങ്ങനെ പല മഹാന്മാരും ജയിലിൽ കിടന്നിട്ടുണ്ട്. ഞാനും ജയിലിലേക്ക് പോകുന്ന എന്റെ രാജ്യത്തിന് വേണ്ടി സംസാരിച്ചിട്ടാണ്. രാഷ്ട്രത്തോടുള്ള കൂറാണ്, എന്റെ രാഷ്ട്രത്തിന് വേണ്ടി സംസാരിച്ചതാണ്. അതിന് ഞാൻ ജയിലിൽ കിടക്കുകയാണ്. ജയിലിൽ പോയി കിടന്നു ഉമർ ഖാദി. രാത്രി സമയത്ത് തഹജ്ജുദിന്റെ സമയമായി, ഒതുവെടുക്കാൻ വെള്ളമില്ല. വാതിലിന് പോയി മുട്ടി. വാതിലിലൂടെ പോലീസുകാർ വന്നു. വാതിൽ തുറന്ന്, എന്തേ മുസ്ലിയാരെ, എനിക്ക് ഈ പാതിരാ സമയത്തൊരു നിസ്കാരമുണ്ട്, അതിന് ഒതുവെടുക്കണം, വെള്ളമില്ല, നിങ്ങൾ ഒരൊപ്പം വെള്ളം കൊണ്ടു തരുമോ? പോലീസുകാർക്ക് വലിയ ബഹുമാനം തോന്നി, ഒരു ഭക്തനായ മനുഷ്യനല്ലേ. സുബ്ഹാനല്ലാഹ്, ആ പോലീസുകാര് മുസ്ലിമീങ്ങളാകണമെന്നില്ല. പോലീസുകാര് വെള്ളം കൊണ്ടു കൊടുത്തു. ഉമർ ഖാദി ഒതുവെടുത്ത് നിസ്കരിക്കാൻ നിന്നു. പോലീസുകാര് ജയിലും വീട്ടിയിട്ട് പുറത്തേക്ക് പോയി കാവൽ നിന്നു ഗേറ്റിനടുക്കൽ. നേരം വെളുത്തിട്ട് ജയില് തുറന്നു നോക്കുമ്പോ ബഹുമാനപ്പെട്ട ഉമർ ഖാദിയെ ജയിലിൽ കാണുന്നില്ല. വാതില് പൂട്ട് തുറന്നിട്ടില്ല. ഉമർ ഖാദിയെ കാണുന്നില്ല. കോടഞ്ചേരി പള്ളിയിൽ നിന്ന് ദുഹാ നിസ്കരിക്കുകയാണ് ഉമർ ഖാദി റഹിമഹുല്ലാഹ്.
അവിടെ നിന്നൊരു ചെറുപ്പക്കാരനെ വിളിച്ച് പറയുന്നു, മോനെ ആ പോലീസുകാരെ ജോലി പോയി പോകും, എന്നെ കാണാത്തോണ്ട് അവരെ ജോലി പോയി പോകും, അവരവരുടെ ഉദ്യോഗം അനുസരിച്ച് പ്രവർത്തിച്ചതാണ്, അവർ കുറ്റക്കാരല്ല, അവരെ ജോലി പോയി പോകണ്ട, എന്നെ കൊണ്ടൊരാൾ അന്നം മുടങ്ങണ്ട, നിങ്ങൾ പോയി പറയണം ഞാൻ ഇവിടുന്ന് ളുഹാ നിസ്കരിക്കുന്നുണ്ട് എന്ന് പറയണം. പോലീസുകാര് വന്നു നോക്കുമ്പോ മഹാനവറുകൾ നിസ്കരിക്കുന്നുണ്ട്. എങ്ങനെ പുറത്തുപോയി ഇന്ന് വരെ അറിയില്ല. അതാണ് പടച്ചവനെ പേടിച്ച അലിമീങ്ങളെ കറാമത്ത്. ആ കറാമത്തുള്ള ഉപർക്കാദിതങ്ങൾ രാഷ്ട്രത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രപരമായ കാര്യത്തിനാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടി സുന്നത്ത് ജമാഅത്തിന്റെ മുൻഗാമികളായ നേതാക്കൾ ശബ്ദിച്ചിട്ടുണ്ട്. രാഷ്ട്രം സമാധാനത്തോടെ നീങ്ങണം, രാഷ്ട്രത്തിൽ നീതി വേണം, രാഷ്ട്രത്തിൽ വേണ്ടതൊക്കെ വേണം. അതാണ് SYS. വെള്ളം സംരക്ഷിക്കണം, ജലസംരക്ഷണത്തിന് വേണ്ടി ഗവൺമെന്റിനും ജനങ്ങൾക്കും പ്രചോദനം നൽകുന്നു, രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്നു. SYS ഗീബത്തിനില്ല, നമീമത്തിനില്ല, കളവ് പറയാനില്ല, ആരോപണം പറയാനില്ല. അതിനുവേണ്ടി ഞങ്ങൾക്ക് അല്ലാഹു നാവ് തന്നിട്ടില്ല. മലക്കുകൾ റിക്കാർഡാക്കാത്ത വാചകങ്ങളില്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതാ തങ്ങൾ ഒരു ദിവസം പറഞ്ഞു, മനിൽ മുഫ്ലിസു, സഹാബികളെ കൈവലഞ്ഞു പോയവനാരാ? കൈവലഞ്ഞു പോയവനാരാ? സഹാബത്ത് പറഞ്ഞു, മല്ലാ ദിർഹമല ദീനാറല, ഒരു നയാത്തിന് ഗതിയില്ലാത്തവൻ കൈവലഞ്ഞവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതല്ല കൈവലഞ്ഞവൻ. പൈസ ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? പൈസ ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? ഇങ്ങനെ പൈസ ഭക്ഷണം കഴിക്കാം, ഭക്ഷണം കഴിക്കാൻ പൈസ ആണോ? അള്ളാഹു ഉദ്ദേശിച്ച തീരുമാനിച്ച ഭക്ഷണം കഴിക്കാണ്ടിരിക്കും. മത്സ്യങ്ങൾക്കൊക്കെ ഉള്ള ഭക്ഷണം കൊടുക്കില്ലേ? പൈസ ഉണ്ടായിക്കാം. ആനക്കുള്ള ആവശ്യമുള്ള ഭക്ഷണം കൊടുക്കില്ലേ? പൈസ ഉണ്ടായിക്കാം. സിംഹത്തിനുള്ള ഭക്ഷണം കൊടുക്കില്ലേ? പൈസ ഉണ്ടായിക്കാം. ആട്ടിന് കൊടുക്കുന്നില്ലേ? കാളക്ക് കൊടുക്കുന്നില്ലേ? പോത്തിന് കൊടുക്കുന്നില്ലേ? അതിനൊക്കെ കൈ പൈസ ഉണ്ട. പൈസ ഇല്ലാതെ ഭക്ഷണം കിട്ടൂല. അല്ലാഹു എന്നതല്ലേ ഭക്ഷണം? പിന്നെ എന്തിനു ഭയപ്പെടണം? അല്ലാഹു എന്നതല്ലേ ഭക്ഷണം? അതല്ലേ സുന്നത്തിയമായിട്ട് തുറന്നു പറഞ്ഞു. അഫ്ഗാനിൽ മുസ്ലിം ഭരണാധികാരികൾ സ്വാധീനം ഉപയോഗിച്ചിട്ട് ജോലിനെ വിളിച്ചിട്ട് അഫ്ഗാനിൽ മുസ്ലിം റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഞാൻ ജോലിനെ വിളിച്ചോളൂ. വലിയ മഹാന, വലിയ ഇമാമ. എന്താ പറഞ്ഞത്? അള്ള പറഞ്ഞിട്ടുണ്ട് ആകാശത്തിൽ ഭക്ഷണമുണ്ട്, നല്ല പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇവിടുത്തെ ജോലിയല്ലേ പിരിച്ചുവിടുള്ളൂ. അഫ്ഗാനിൽ മുസ്ലിം റളിയല്ലാഹുവിന്റെ പ്രതികരണമാണ്. ഇമാം സുബ്കി റളിയല്ലാഹു രേഖപ്പെടുത്തിയാണ്. സുബ്ഹാനല്ലാഹ്, രാത്രിയിൽ വലിയ പേരാണ്, ഒരുപാട് മക്കൾ ജീവിക്കാൻ കഴിയില്ല, ജോലി തിരിച്ചിട്ടില്ലേ. അഫ്ഗാനിൽ മുസ്ലിം റളിയല്ലാഹു രാത്രി കിടന്നോക്കുമ്പോൾ ഉറപ്പ് വരുന്നില്ല, അങ്ങനെ എങ്ങനെ ജീവിക്കുക? അപ്പോഴാണ് ഒരാൾ വന്നിട്ട് വായിച്ചിങ്ങനെ മുട്ടുന്നുണ്ട്. അതിൽ നോക്കി 1 മാസത്തെ ശമ്പളം വൃത്തിയായി അയാൾ പോയി. അയാൾ വീണ്ടും പറഞ്ഞു, എല്ലാ മാസവും ഞാൻ എത്തിച്ചു, അഡ്രസ് ഒന്നും ചോദിക്കണ്ട, എല്ലാ മാസവും എത്തിക്കാനോടെ. അല്ലല്ലേ കൊടുക്കുന്നവൻ, അല്ലല്ലേ പറയുന്നവൻ. അല്ലാഹുവിന്റെ മേൽ ബലമേൽപ്പിച്ചവൻ അവന് അല്ലാഹു മതി. അതാ സുന്നത്തിമാർ, അതാ ഇമാമിങ്ങൾ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത്. അപ്പൊ രാജ്യത്തിന്റെ കാര്യം ഉമർഖാദി പറഞ്ഞിട്ടുണ്ട്, ജയിലിൽ കിടന്നിട്ടുണ്ട്. വലിയ മഹാനായ മമ്പറന്നങ്ങൾ രാജ്യത്തിന് വേണ്ടി ശബ്ദിച്ചിട്ടുണ്ട്. കിതാബ് തന്നെ രചിച്ചിട്ടുണ്ട്. ഈ ബ്രിട്ടീഷുകാരെയും ഫ്രഞ്ചുകാരെയും തുരത്തണമെന്നൊരു കിതാബ് രചിച്ചിട്ടുണ്ട്. രാഷ്ട്രത്തിന്റെ കാര്യം പണ്ഡിതന്മാർ പറയണം. പണ്ഡിതന്മാർ സർവ്വ വിഷയത്തിലും ഇടപെടണം. മുസ്ലിം പണ്ഡിതന്മാർക്ക് ഇടപെട്ടുകൂടാത്ത ഒരു വിഷയവുമില്ല. പണ്ഡിതന്മാർക്ക് ഇടപെട്ടുകൂടാത്ത വിഷയം എന്താ? ഏത് വിഷയത്തിലും മുസ്ലിം പണ്ഡിതന്മാർക്ക് ഇടപെടാം. അതുകൊണ്ട് പണ്ഡിതന്മാരുടെ. പക്ഷേ ഈ കക്ഷി രാഷ്ട്രീയം, ഭൗതിക രാഷ്ട്രീയം, ഗ്രൂപ്പും വഴക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരലും കുറ്റം പറയലുമായ ഈ കക്ഷി രാഷ്ട്രീയത്തിൽ പണ്ഡിതന്മാർ പങ്കെടുക്കാൻ പാടില്ല. അത് നമ്മളെ പണ്ഡിതന്മാരെ അതിനകത്ത് കിട്ടിയില്ല. അങ്ങനെ ഒരാരോപണം ആരും ഉന്നയിക്കേണ്ടതില്ല. ഇതുപോലെ നമ്മുടെ പണ്ഡിതന്മാർ അഭിമാനത്തോടെ അൽഹംദുലില്ലാ ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, നല്ല വൃത്തിയിൽ ജീവിക്കണം, നല്ല വൃത്തിയിൽ നടക്കണം, നല്ല വൃത്തിയിൽ ജീവിക്കണം, മാനമായി ജീവിക്കണം. അതേ സമയത്ത് ഒരു കഴിക്കണമെന്ന് പറയാനല്ല, ഒരു കഴിക്കണം.
മൗലൂദ് കഴിക്കണോ? കാന്തപുരത്തായത് വീട്ടിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന മൗലൂദ് ഉണ്ടാവും. വിനീതനായ എന്റെ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ തന്നെ ചെറിയ കഴിവനുസരിച്ച് ഓരോരുത്തരും കഴിക്കണോ? എല്ലാം പ്രാവർത്തികമാക്കണം, നമ്മൾ കാണിച്ചു കൊടുക്കണം. അപ്പൊ മറ്റുള്ളവർക്ക് ചെയ്യും. അങ്ങനെ പ്രയോഗതലത്തിൽ സുന്നത്തിയമായിട്ട് നടപ്പാക്കുന്നതാണ് നമ്മുടെ സുന്നത്തിയമായിട്ട് നടപടി. പ്രയോഗതലത്തിലാണ് എല്ലാം. ഒരാൾ ചീത്ത പറഞ്ഞാൽ എന്താ വേണ്ടത്? ഖുർആൻ പറഞ്ഞിട്ടുണ്ടാ വേണ്ടത്? നന്മ കൊണ്ട് തിന്മയെ പ്രതികരിക്കണം. അതാണ് നമ്മൾ ഇമാമികൾ കാണിച്ചത്. അബൂ ഹനീഫ പറഞ്ഞു, അബൂ ഹനീഫ റളിയല്ലാഹു തീർച്ച നടത്തുമ്പോൾ ചീത്ത പറഞ്ഞു, ഇറങ്ങി നടത്തുമ്പോൾ പിന്നാലാണ് ചീത്ത പറഞ്ഞു, ഒരേ കയറാതെ പിന്നെയും ചീത്ത അറിയാം. അപ്പൊ അബൂ ഹനീഫ എന്ത് ചെയ്തു? പടി പിടിച്ചോടും. മോനെ കുറേ നേരമായി നീ ചീത്ത പറയുന്നത് ഒക്കെ ഞാൻ വെട്ടിയൊരു കാര്യമുണ്ട്, ഇത് കുറച്ച് കഞ്ഞി കുടിക്കണം, കുറച്ച് ഭക്ഷണം കഴിക്കോ, അവരെ ഉള്ളിലേക്ക് കയറിയാണ്. ഇനി നീ പറയുന്ന ചീത്തയൊന്നും ഞാൻ കേൾക്കൂല. പക്ഷേ നീ കുറെ കൂടി പറയാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ചുരുക്കി പറയും കുറച്ച് സമയം ഞാൻ അവിടെ മുന്നേറാൻ, ചുരുക്കി പറയുമ്പോൾ കുറച്ച് സമയം നേരാ. അപ്പോഴാ ആ മനുഷ്യന് തോന്നുന്നത് ഇയാളെ ചീത്ത പറയുന്ന എന്നെക്കാൾ വലിയ അഹബക്ക് വേറെ ആരാ എന്ന്. അപ്പോഴാണ് അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നു ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു മാപ്പ് പറഞ്ഞു. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഒരാൾ കുറ്റം പറഞ്ഞു. ആ വിവരം കേട്ടു. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഒരു കൊട്ടയെടുത്ത് നിറയെ ഈത്തപ്പഴം ഈത്തപ്പഴം കൊടുത്തേക്കാണാക്കി കുറ്റം പറയുന്നാക്കി. ഈത്തപ്പഴം കൊടുത്തയച്ചു. എന്നിട്ട് പറഞ്ഞത്, മോനെ ആഖിറത്തിലേക്ക് നീ സമ്പാദിച്ചു വെച്ച പലതും എന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ഡിപ്പോസിറ്റ് ഇല്ലായിട്ട് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് ഞാൻ ദുനിയാവിലേക്ക് സമ്പാദിച്ചിട്ട് കുറച്ച് സാധനങ്ങൾക്ക് അങ്ങോട്ട് അതിയാതെ ഈത്തപ്പഴം കൊടുത്തയച്ചു. ആര്? ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ചെയ്തതാണ്. ഇമാമിഹിയെ പറയാണ്, എന്റെ വകയിൽ പറയല്ല. ഓ സുഹൃത്തുക്കളെ, ഒരിക്കലും തിന്മ കൊണ്ട് നേരിടൂല, നന്മ കൊണ്ട് നേരിടും. അതാണ് ഖുർആൻ പഠിപ്പിച്ച നയം. ആ നയമാണ് SYS-ന്റെ നയം, അതാണ് SSF-ന്റെ നയം, അതാണ് സമരമാണ് ജീവിതം. സമരമാണ് ജീവിതം. ആരോടുള്ള സമരം? സ്വന്തം തടിയിച്ച സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങാൻ പറയുമ്പോ സ്വന്തം തടിയോടുള്ള സമരം. ചീത്തക്ക് പകരം ചീത്ത പറയണമെന്ന് ശൈത്താൻ നമ്മളോട് പറയുമ്പോ ചീത്ത പറയൂല, ശൈത്താനോടുള്ള സമരം. സമരമാണ് ജീവിതം. സ്വന്തം ശരീരത്തോട് സമരം. അതേ ഇന്നമയുരീദു ശൈത്താനു അൻ യുഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ. നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശൈത്താൻ ശ്രമിക്കും. അപ്പോഴും ഐക്യം വേണമെന്ന് പ്രസംഗിക്കും. ശൈത്താനിനെതിരെ സമരം. അതാണ് ശരിയായ സമരം. അതാണ് മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം. ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തട്ടെ. നിങ്ങളെല്ലാം എഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹുവേ, നിങ്ങളെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനേ. ഞങ്ങൾക്ക് നീ ഏറ്റിത്തരണം റഹ്മാനേ. ഞങ്ങളെ സദസ്സുകളും സ്ഥാപനങ്ങളും നീ ദുആക്ക് ഇജാബത്തുള്ളതാക്കണം റഹ്മാനേ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകൾ നേർച്ചകളും സദഖകളും തന്നിട്ടുണ്ട്. ഞാൻ സൗദിയിൽ നിൽക്കുമ്പോൾ എത്രയോ ആളുകൾ സിറാജുലേക്ക് നേർച്ച കൊണ്ടെത്തുന്നു. ഞാനിപ്പോ പോയ സ്ഥലത്ത് പലരും നേർച്ച തന്നു. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും പലരും നേർച്ചകളും സംഭാവനകളും തന്നിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴും നേർച്ചകളും സംഭാവനകളും തന്നവരുണ്ട്. അതുകൊണ്ട് കൊണ്ടല്ല ഞാൻ പറയാം, എല്ലാവർക്കും വേണ്ടി ദുആക്കേണ്ടതുണ്ട്. അല്ലാഹു തആല നമ്മളെ മജ്ലിസ് ദുആക്കുള്ള മജ്ലിസാക്കി തരട്ടെ. ദുആക്ക് അല്ലാഹു തആല ഒരുപാട് ഉത്തരം തന്നിട്ടുണ്ട്. കുറച്ചൊന്നല്ല, ഒരുപാട് ദുആക്ക് അല്ലാഹു തആല ഉത്തരം തന്നിട്ടുണ്ട്. അല്ലാഹു തആല നമ്മുടെ ദുആക്ക് ഉത്തരം തരട്ടെ. നാദാപുരത്തിൽ 2000-ഓളം ആൾ പഠിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്, സിറാജുന്നതിലേക്ക്. സിറാജുന്നതിന്റെ കീഴിൽ 90,000-ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. 758 സ്റ്റാഫുണ്ട്. അപ്പൊ നാദാപുരത്തിൽ ഞാൻ സ്ഥലം വാങ്ങിയപ്പോൾ എന്നോട് തൊട്ടടുത്ത് ഒരു ഫ്ലാറ്റ് ഷാപ്പുണ്ടായി, ചാരായ ഷാപ്പ്. സുബ്ഹാനല്ലാഹ്, അതും പൈസ കൊടുത്ത് വാങ്ങി. ചാരായം വിൽക്കാനല്ല, ചാരായം ഒഴിവാക്കാനാ വാങ്ങിയത്. പക്ഷെ അവരെന്ത് ചെയ്തു? 3 മീറ്റർ ഇപ്പൊ എത്തി വെച്ച് അത്രയും അകലെ നമ്മളെ സ്ഥലമായി അവിടെ ഒരു കട ഉണ്ടാക്കിയിട്ട് അവിടെ ചാരായം വിൽക്കാൻ തുടങ്ങി. പൊന്മള ഉസ്താദിനെ കൊണ്ട് ദിവസം ഒന്നി, ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിനെ കൊണ്ട് ദിവസം ഒന്നി. ഉള്ളാൾ തങ്ങൾ കൊണ്ടുവന്നിട്ട് തുടങ്ങിച്ചതാ. ഉള്ളാൾ തങ്ങൾ വന്ന് തുടങ്ങി കിട്ടിയാൽ വലിയ ബർക്കത്ത് എൻ്റെ ജീവിതത്തിൽ വരാൻ പല തൂക്കുന്ന സ്ഥലമുണ്ട്. ഞാൻ തറക്കല്ലിടലിൽ കൊണ്ടുവന്നു ഉള്ളാൾ തങ്ങളെ. 9 മണിക്ക് രണ്ടാകും ഉസ്താദിനും പോകണം, തങ്ങൾക്കും പോകണം എൻ്റെ ലക്ഷദ്വീപിലേക്ക്.
അപ്പോൾ സൂപ്പിയാജിന്റെ പുറത്ത് ഭക്ഷണം കഴിക്കാൻ 10 നേരം സൂപ്പിയാജിന്റെ പുറത്ത് സൂപ്പിയാജിന്റെ പോലെ ഉമ്മ പറഞ്ഞു ഉസ്താദ് ഒന്ന് തങ്ങളോട് സങ്കടം പറയാം. പറഞ്ഞോളൂ. ഞങ്ങൾ എൻ്റെ മകളെ ഭർത്താവ് കുറേ ദിവസമായിട്ട് മകളുമായിട്ട് തെറ്റാ, ഒരുപാട് മക്കളൊക്കെ ഉണ്ട്, അവൾ ഇവിടെ ഉണ്ട്, അവൻ്റെ പുറത്തുണ്ട്, തെറ്റാണ്, തങ്ങളൊന്നും നന്നാവും ചേർക്കണേ. തങ്ങളൊന്ന് ഇന്ന് നന്നാവുക, രാത്രി 9 മണിക്കാൻ പറയാം, ഇന്ന് നന്നാവും. ഞാൻ ഇന്നെങ്ങനെ ഭക്ഷണം നന്നാവുക, ഇന്ന് നന്നാവുക തങ്ങൾ പറഞ്ഞേ, ഇന്ന് നന്നാവുക. അങ്ങനെ തങ്ങളുടെ ഉത്സവമൊക്കെ പോയപ്പോ എൻ്റെ കൂടെയുള്ള എൻ്റെ സ്നേഹിതൻ മൂസ പറഞ്ഞു, തങ്ങൾ പറഞ്ഞില്ല ഇന്ന് നന്നാവും, നമ്മളൊന്ന് ആൾ പോയി കണ്ടാലുണ്ടാ, അവന് പോവാ. അങ്ങനെ പോയി. ഈ പുതിയാപ്പിളിന്റെ വർക്ക് പോയി. പുതിയാപ്പിള തന്നെ കുറെ മക്കളൊക്കെ ഉള്ള പുതിയാപ്പിള, തീരെ അത്ര പുതിയതല്ല. പുതിയാപ്പിളിന്റെ വർക്ക് പോയി, ദുബായിൽ വെച്ചിട്ടുള്ള. ഞാൻ പോയി പായല പറഞ്ഞാൽ അയാൾ ഒറ്റക്കേ ഉള്ളൂ, കാരണം ഭാര്യയിലെ മക്കളൊക്കെ എങ്ങനെ. ഞാൻ പറഞ്ഞില്ല, നിങ്ങളിങ്ങനെ ഭാര്യയിൽ തെറ്റാണ് തന്നെ. അപ്പൊ ഞങ്ങളിങ്ങനെ തങ്ങളോട് അമ്മായി വേർക്കണം, അമ്മായി പറഞ്ഞു ഇന്ന് നന്നാവും, അതുകൊണ്ട് നിങ്ങൾ നന്നാക്കാൻ വേണ്ടി വന്നാവും, ഞങ്ങളിങ്ങനെ കൂട്ടിപ്പൊളി ഇപ്പൊ തന്നെ നന്നായില്ല. അങ്ങനെ തന്നെ പൊടിനെ കൂടി പറഞ്ഞു കൊടുത്തു, നന്നായി. തങ്ങളെന്നാ പറഞ്ഞേ, ഞാൻ അനുഭവിച്ചത്. അങ്ങനെ ഉസ്താദിന്റെ അതുപോലത്തെ ഒരുപാട് അനുഭവങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നില്ല. സുഹൃത്തുക്കളെ, അവര് നല്ലതേ പറയുള്ളൂ, നല്ലതേ ചെയ്യുള്ളൂ. അതിന് മാത്രം അവരുടെ നാവിന് അല്ലാഹുതആല അഖറുകൾ കൊടുത്തിട്ടുണ്ട്, അവർക്ക് അല്ലാഹുതആല മഹത്വം കൊടുത്തിട്ടുണ്ട്. അല്ലാഹുതആല അവരുടെ നേതൃത്വം ഒരുപാട് കാലം നമുക്ക് അല്ലാഹുതആല നീട്ടി പെരുമാറാകട്ടെ. ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നമ്മുടെ ഇസുദ്ദീൻ സഖാഫിക്ക് ചെറിയ അസുഖമുണ്ട്, അല്ലാഹുവേ നീ അത് മാറ്റിക്കൊടുക്കണം റഹ്മാനേ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പെൺമളസ്ഥാനം കൊണ്ട് എടുത്തുണ്ടോ? ബുഖാരി തുടങ്ങി, ബുഖാരി കൊടുത്ത് പെൺമളസ്ഥാനം മുന്നിൽ ഇറങ്ങുമ്പോൾ 100ഓളം മുത്താലിങ്ങളുണ്ട്. ഇറങ്ങും വേണ്ട സുമാനം മുന്നേ തന്നെ ചാരാശ നമുക്ക് ദുനിയാവട്ടാകെ വാങ്ങാൻ കഴിയും. ഞാൻ പറഞ്ഞു ഇതിന് പണി വേറെ, കുട്ടികളെല്ലാം കൂട്ടി ബദരീങ്ങൾ ഫാത്തിഹ ഓതി സലാത്ത് ചെയ്ത് ഒരൊറ്റ ദുആ, ഈ ചാരാശത്ത് നീക്കി തരണം അല്ലാഹ്, ഒരു കുഴപ്പമില്ലാണ്ട് നീ കിട്ടണം. അൽഹംദുലില്ലാഹ്. എങ്ങനെ നീങ്ങുന്നറിയോ? അന്ന് കരുണാകരൻ മുഖ്യമന്ത്രി, കരുണാകരനുള്ള ക്യാബിനറ്റ് മന്ത്രിയാക്കിയിട്ട് കേന്ദ്രത്തിലേക്ക് പറഞ്ഞു. ആന്റണിയെ മുഖ്യമന്ത്രിയാക്കി. ആന്റണി മന്ത്രിസഭയിൽ ആദ്യത്തെ തീരുമാനം ചാരായം കേരളത്തിൽ വിൽക്കണ്ടാണ്. അള്ളാഹിനോട് ചോദിച്ചു നാദാവത്തേക്ക് മാത്രം തന്നു കേരളക്കാരെ. ചാരായം കുട്ടികളുടെ പരിപാടി പിന്നെ ഇതുവരെ കേരളത്തിലില്ല. അള്ള ഉത്തരം തരൂന്ന് ഞാൻ പറഞ്ഞത് ഉറപ്പിച്ച് ചോദിക്കണം. അള്ള തെരുന്ന് ഉറപ്പിച്ച് ചോദിച്ചാൽ അള്ള ഉത്തരം തരും. അള്ളാഹു നമ്മുടെ ഈ മജ്‌ലിസും ഉത്തരമുള്ള മജ്‌ലിസാക്കട്ടെ. പുല്ലുകർക്കാരൻ റഹീമായി ഞാൻ അബുദാബിയിൽ ഒരു ബിൽഡിങ്ങിലേക്കും തെരഞ്ഞു പിടിച്ച് വന്ന് മക്കളില്ലെത്താതെ 20 കൊല്ലായി മക്കളില്ല. ഞാൻ 3 ദിക്ർ എഴുതി കൊടുത്തു, വേർക്കാന്ന് പറഞ്ഞു പോയി. പറ്റത് കഴിഞ്ഞാൽ ഭാര്യ ഗർഭിണിയാണ്. പറ്റത് കഴിഞ്ഞാൽ ഭാര്യ പ്രസവിച്ചു 1 ലക്ഷം കൊണ്ട് തന്നു സിറാജ് മലയിലേക്ക്. ഞാൻ കഴിഞ്ഞ ആഴ്ച ദുബായിൽ നിന്ന് അബുദാബിയിൽ നിന്ന് വരുമ്പോൾ അയാളെ വിളിച്ചു. കാരണം എന്താ വെച്ചാൽ അയാളെ കയ്യിൽ എപ്പോഴും 500 ദിർഹം എല്ലാ മാസവും കൂട്ടുന്ന ഒരു പലസ്തീനിൽ. പിന്നെ പലസ്തീനിന് അയാളെ ജോലിയിൽ തിരിച്ചുവിട്ടപ്പോൾ ഇയാളെന്നെ പറഞ്ഞു സിറാജ് മലയിലേക്ക് നേർച്ചയാക്കിയാണ്. അപ്പോൾ പിറ്റേ ദിവസം കമ്പനിയിൽ നിന്ന് തിരിച്ചു വിളിച്ചിട്ട് കൊടുത്ത ലെറ്റർ തിരിച്ചു വാങ്ങിയിട്ട് 10 കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഒന്നോന്നല്ല. അതുകൊണ്ട് മാസത്തിൽ 500 ഈ പലസ്തീൻ. അപ്പോൾ അയാൾ ഓരോ മാസം പൈസ ഉണ്ടാവും. അപ്പോൾ 1-2 മാസം എന്തെങ്കിലും അതിന് വാങ്ങാൻ നമ്മളിപ്പോൾ ഞെരിക്കായിരിക്കും, അതിന് വാങ്ങാനോ വിചാരിച്ച് വിളിച്ചതാ. വിളിച്ചപ്പോൾ ഫോണെടുത്തത് ഈ കുട്ടിയാണ്, റഹീമാരിക്ക് ജനിച്ച ഈ കുട്ടിയാണ് ഫോണെടുത്ത്. കുട്ടി വാപ്പയ്ക്ക് നിസ്കരിക്കാണ്. എനിക്ക് വലിയ സന്തോഷമായി കുട്ടിൻ്റെ വാക്ക് കേട്ടപ്പോൾ. അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് അള്ളയാണ് തരുന്നവൻ. അള്ളാഹുവിലേക്ക് ഖൽബ് തിരിച്ച് ജീവിക്കണം. നമ്മൾ ഈ ദുനിയാവ് നിലനിൽക്കൂല, അതങ്ങ് തീർന്നു പോകും, അവസാനിച്ചു പോകും. ആ അവസാനിക്കുന്ന ദുനിയാവിൽ നമ്മൾ ആഖിറം കളയരുത്, നമ്മുടെ ഈമാൻ കളയരുത്. ആഖിറം രക്ഷപ്പെടണം. പടച്ചറബിന്റെ കോടതിയുണ്ടെന്ന ബോധത്തോടെ ജീവിക്കണം, ആ ബോധത്തോടെ സംസാരിക്കണം, ആ ബോധത്തോടെ സംഘടനാ പ്രവർത്തനം നടത്തണം, ആ ബോധത്തോടുകൂടെ ജീവിതം നയിക്കണം. ഇല്ല, ഈ പാവപ്പെട്ട എനിക്ക് ഗ്യാരണ്ടി ഇല്ല. ഈ മൈക്ക് സെറ്റിന് ഒരു പക്ഷേ ഗ്യാരണ്ടി ഉണ്ടാകും, പക്ഷെ ആ ഗ്യാരണ്ടി പേപ്പറിൽ ഒപ്പിട്ടവന് ഗ്യാരണ്ടി ഇല്ല. പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരിച്ചുപോയവരില്ലേ? സ്റ്റേജിൽ വന്ന് മരിച്ചുപോയവരില്ലേ? ഈ പറയുന്ന എന്റെ പ്രസംഗം തീരുന്നവരെ ഞാൻ ജീവിക്കുമെന്ന് ഗ്യാരണ്ടി ഉണ്ടോ? അള്ളാഹു പൊരുത്തപ്പെടാത്ത എന്റെ നാവ് കൊണ്ട് മുഅ്മിനീങ്ങളോട് പറയാൻ പറ്റുമോ? ഏതെങ്കിലും സ്റ്റേജിലോ സദസ്സിലോ പറയാൻ പറ്റുമോ? ഗീബത്ത് പറയാൻ പറ്റുമോ? കളവ് പറയാൻ പറ്റുമോ? നമുക്ക് ആഖിറം എന്നൊരു വിഷയമില്ലേ? അതിനെക്കുറിച്ച് ശരിയായ ബോധം നമ്മളെ നയിക്കണം. ഇവിടെ മാത്രം പറയുന്നതല്ല. BS ഉസ്താദ് സാക്ഷിയാണ്, SYSന്റെ കൗൺസിലർമാർ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ സാക്ഷിയാണ്. ഇന്ന് രാവിലെ 10 മണി സമയത്ത്
SOSന്റെ കൗൺസിൽ വിനീതരായ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ, കാന്തപുരം ഉസ്താദ് ക്ലാസ് എടുത്തപ്പോൾ ഒക്കെ ഞങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനതറിയാം. സംഘടന അത് ദുനിയാവിലെ സ്ഥാനമാനത്തിനല്ല, ആഖിറത്തിന് വേണ്ടിയുള്ളതാണ്. ഇവിടെ സംഘടനയിൽ വീണ്ടും തെരഞ്ഞെടുത്ത് വന്ന് സെക്രട്ടറിയാക്കി എന്നൊക്കെ പറഞ്ഞു. എന്താണ് സെക്രട്ടറിയായിട്ട് കാര്യം? സെക്രട്ടറിയായിട്ട് എന്താണ് കാര്യം? സ്ഥാനം കൊണ്ടൊന്നും കിട്ടാനില്ല. കിട്ടാറുള്ളത് അമല് കൊണ്ടാണ്, തഖ്വ കൊണ്ടാണ്. അല്ലാഹുവിന്റെ നോട്ടം ഖൽബിലേക്കാണ്. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അല്ലാഹ ബിഖൽബിൻ സലീം. ക്ലിയറായ മനസ്സുമായി അല്ലാഹുവിനെ സമീപിക്കുന്നവർക്കല്ലാതെ സമ്പത്ത് കൊണ്ടും ധനം കൊണ്ടും സന്താനങ്ങളെ കൊണ്ടും ഒന്നുകൊണ്ടും അല്ലാഹുവിന്റെ കോടതിയിൽ ഉപകരിക്കൂല. അല്ലാഹുവിന്റെ കോടതിയിൽ തഖ്വ കൊണ്ടേ രക്ഷപ്പെടൂ, ഈമാൻ കൊണ്ടേ രക്ഷപ്പെടൂ. ഞാൻ പ്രസിഡന്റാണ്, സെക്രട്ടറിയാണെന്ന് പറഞ്ഞിട്ട് കാര്യവും കിട്ടാനില്ല. അതേ സമയത്ത് ഒരു വ്യവസ്ഥാപിതമായ സംഘടനാ പ്രവർത്തനത്തിന് പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ വേണം. അത് നമ്മുടെ ഉസ്താദുമാർ നമ്മളോട് കൽപ്പിച്ചാൽ നമുക്കതിൽ ആ സ്ഥാനം എടുക്കണം എന്ന് പറഞ്ഞാൽ തള്ളാൻ പറ്റില്ല. നമ്മളവരെ ഖാദിമീങ്ങളാണ്. അവരുടെ ഖാദിമീങ്ങളായ നമുക്ക് അവരനുസരിക്കാതെ പറയാൻ പറ്റില്ല. സ്ഥാനം കൊണ്ടൊരു കാര്യവും കിട്ടാനില്ല. പടച്ചറബ് സ്വീകരിച്ചെങ്കിലല്ലാതെ നമുക്കൊന്നുകൊണ്ടും കാര്യമില്ല. ഞാൻ വളരെ ബേജാറാകുന്നു, വിഷമിക്കുന്നു. കാരണം തീരെ ധൈര്യമില്ല. ഞാൻ ഒരുപാട് കൊല്ലമായി പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരൊറ്റ പ്രസംഗം എൻ്റെ റബ്ബ് സ്വീകരിച്ചു എന്നതിൽ എനിക്കൊരു റസീറ്റ് കിട്ടിയിട്ടില്ല. എന്റെയും നിങ്ങളെയും നിസ്കാരം അല്ലാഹു സ്വീകരിച്ചു എന്നതിന് നമുക്ക് റസീറ്റ് കിട്ടിയിട്ടില്ല. അള്ളാഹിന്റെ അടുക്കലുള്ളതാണ് സ്വീകരിക്കലും സ്വീകരിക്കാതിരിക്കലും. അല്ലാഹുവേ, ഞങ്ങളെ മുഴുവൻ അവരും നീ സ്വീകരിക്കണേ അല്ലാ. നീ തള്ളിക്കളയരുത് അല്ലാ. ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയാൻ ധൈര്യമില്ല. ഒരു കറാഹത്തും ചെയ്തിട്ടില്ലെന്നോ, ഒരു ഹറാമും ചെയ്തിട്ടില്ലെന്നോ, ഒരു സുന്നത്തും ഒഴിച്ചിട്ടില്ലെന്നോ, പറഞ്ഞിട്ടില്ലെന്നോ പറയാൻ ധൈര്യമില്ല. പടച്ച റബ്ബേ, ഞങ്ങൾക്കെല്ലാവർക്കും നീ മാപ്പ് തരണേ അല്ലാ. പക്ഷേ സംഘടനാ പ്രവർത്തനം തുടങ്ങിയിട്ട് കൊല്ലം 10-30 പ്രസംഗം തുടങ്ങിയിട്ട് 10-30 കൊല്ലത്തിന്റെ മേലെയായി. പക്ഷേ ഇന്ന് വരെ നമുക്ക് സത്യമാണെന്ന് ബോധ്യപ്പെട്ടതല്ലാതെ പറഞ്ഞിട്ടില്ല, തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതിനെ അല്ലാതെ വിമർശിച്ചിട്ടില്ല.